ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 4 ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിൽ. തിരുവനന്തപുരം വലിയമല IISTയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി. ബ്രിട്ടന്റെ 58ാമത് പ്രധാനമന്ത്രിയായി കെയർ സ്റ്റാർമർ ചുമതലയേറ്റു. ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യൂറോ കപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ അട്ടിമറിച്ച് ഫ്രാൻസ് സെമിയിൽ. 2020 ക്രിക്കറ്റ് പരമ്പരയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യൻ വനിതകൾക്ക് പരാജയം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 4 ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഭുവനേശ്വറിൽ നടക്കുന്ന പണ്ഡിറ്റ് ഗോപബന്ധു ദാസിന്റെ 96ാം ചരമവാർഷിക പരിപാടികളിൽ ശ്രീമതി മുർമു പങ്കെടുക്കും. നാളെ പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്ര രാഷ്ട്രപതി വീക്ഷിക്കും. ഒഡീഷ സന്ദർശനത്തിനിടെ ഉദയഗിരി ഗുഹ സന്ദർശിക്കുന്ന ശ്രീമതി ദ്രൌപദി മുർമു കോളേജ് വിദ്യാർത്ഥികളുമായി സംവദിക്കും. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിൽ. രാവിലെ തിരുവനന്തപുരത്ത് എത്തുന്ന അദ്ദേഹം 11:30 വലിയമല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടക്കുന്ന 12ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്വർണ്ണ മെഡലുകൾ ഉപരാഷ്ട്രപതി സമ്മാനിക്കും. തുടർന്ന് കൊല്ലത്തെത്തുന്ന ശ്രീ ധൻകർ വൈകിട്ട് അഷ്ടമുടി കായലിൽ ബോട്ട് സവാരി നടത്തും. നാളെ ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിലും നെടുമങ്ങാട് താലൂക്കിലും ഇന്ന് രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 3:30 വരെയും നഗരത്തിൽ നാളെ രാവിലെ 6:30 മുതൽ 10 മണി വരെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ ഓസ്ട്രിയ സന്ദർശനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. 22ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ക്ഷണപ്രകാരമാണ് ശ്രീ മോദി മോസ്കോയിലെത്തുന്നത്. പുടിനുമായി അദ്ദേഹം ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. പ്രാദേശിക അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള സമകാലിക വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിനു ശേഷം ഈ മാസം 9, 10 തീയതികളിൽ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കും. ഓസ്ട്രിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വാൻ ഡെർ ബെലനുമായും ചാൻസലർ കാൾ നെഹാമറുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. മോസ്കോയിലെയും വിയന്നയിലെയും ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. പയ്യോളിയിലെ ഒരു കുളത്തിൽ കുട്ടി കുളിച്ചിരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ജലാശയങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ്, ചീഫ് സെക്രട്ടറി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പൽ ഈ മാസം 11-നെത്തും. 12-ന് രാവിലെ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കപ്പലിനെ ഔദ്യോഗികമായി സ്വീകരിക്കും. കപ്പലിനെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മന്ത്രി VN വാസവൻ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. ഉൽപാദനം വർദ്ധിച്ചതിനാൽ രാജ്യത്ത് ഉള്ളിവില സ്ഥിരത കൈവരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ സീസണിൽ ഉൽപാദനം നേരിയ തോതിൽ കുറവാണെങ്കിലും ആഭ്യന്തര വിപണിയിൽ ഉള്ളിയുടെ ലഭ്യത തൃപ്തികരമാണെന്ന് കേന്ദ്ര ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. ഈ വർഷത്തെ റാബി സീസണിൽ 191 ലക്ഷം ടൺ ഉൽപാദനമാണ് പ്രതീക്ഷിക്കുന്നത്. ആഭ്യന്തര ആവശ്യങ്ങൾക്ക് ഇത് പര്യാപ്തമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഉരുളക്കിഴങ്ങ്, തക്കാളി എന്നിവയുടെ ഉൽപാദനവും തൃപ്തികരമാണ്. ഈ വർഷത്തെ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് പരീക്ഷ ഇന്ന് നടക്കും. നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ആണ് പരീക്ഷ നടത്തുന്നത്. രാജ്യത്തെ 59 നഗരങ്ങളിൽ 71 പരീക്ഷാ കേന്ദ്രങ്ങളിലായാണ് പരീക്ഷ നടക്കുന്നത്. അതേസമയം പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നുവെന്ന വ്യാജ പ്രചാരണം ഉദ്യോഗാർത്ഥികൾ വിശ്വസിക്കരുതെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി അപൂർവ ചന്ദ്ര അഭ്യർത്ഥിച്ചു. വിശദാംശങ്ങളിലേക്ക്.
ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്കെതിരെ ദേശീയ പരീക്ഷാ ബോർഡ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പരീക്ഷയുടെ ചോദ്യങ്ങൾ കൈവശമുണ്ടെന്ന് അവകാശപ്പെട്ട് ചില സമൂഹമാധ്യമ പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഉദ്യോഗാർത്ഥികൾ ഇത്തരം തട്ടിപ്പുകളിൽ പെടരുതെന്നും ബോർഡ് അറിയിച്ചു. പണം നൽകിയാൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ നൽകാം എന്ന തരത്തിലാണ് പ്രചാരണം നടക്കുന്നത്. പരീക്ഷാ ക്രമക്കേട് നടത്താനുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും പരീക്ഷാർത്ഥികൾ നേരിട്ടോ അല്ലാതെയോ ഏർപ്പെട്ടാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും ദേശീയ പരീക്ഷാ ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഈ വർഷത്തെ നീറ്റ് PG പ്രവേശന പരീക്ഷ അടുത്ത മാസം 11 നടക്കും. 2 ഷിഫ്റ്റുകളായിട്ടാണ് പരീക്ഷ. പരീക്ഷയുടെ പുതുക്കിയ തീയതി നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസ് ഇന്നലെ പുറത്തിറക്കി. പരീക്ഷാ നടത്തിപ്പ് സംബന്ധിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ മാസം നടത്താനിരുന്ന പരീക്ഷ തലേദിവസം മാറ്റിയതായി പ്രഖ്യാപിക്കുകയായിരുന്നു. നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമ്പൂർണത അഭിയാൻ പരിപാടിക്ക് ഇന്ന് വയനാട് ജില്ലയിലെ മാനന്തവാടി ബ്ലോക്കിൽ തുടക്കമാകും. പാലക്കാട് ജില്ലയിലെ ആദിവാസി മേഖലയായ അഗളി ബ്ലോക്കിലും ഇടുക്കിയിലെ അഴുത ബ്ലോക്കിലും ഇന്ന് സമ്പൂർണത അഭിയാന്റെ ഭാഗമായുള്ള പരിപാടികൾ നടക്കും. പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ കരിന്തളം പഞ്ചായത്തിൽ ഇന്നലെ പോഷൻ മേള സംഘടിപ്പിച്ചു. കേന്ദ്രം നടപ്പാക്കുന്ന അഭിലാഷ ജില്ല, അഭിലാഷ ബ്ലോക്ക് പദ്ധതികളിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യമിട്ടാണ് രാജ്യത്ത് സമ്പൂർണത അഭിയാൻ നടപ്പാക്കുന്നത്. ബ്രിട്ടന്റെ 58ാമത് പ്രധാനമന്ത്രിയായി കെയർ സ്റ്റാർമർ ചുമതലയേറ്റു. മുൻ പ്രധാനമന്ത്രി ഋഷി സുനക് ഇന്നലെ ചാൾസ് മൂന്നാമന് രാജിക്കത്ത് കൈമാറിയതിനു പിന്നാലെയാണ് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദവുമായി ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാർമർ ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെത്തിയത്. തുടർന്ന് സർക്കാർ രൂപീകരണത്തിനും പ്രധാനമന്ത്രിയാകാനും ചാൾസ് മൂന്നാമൻ അദ്ദേഹത്തെ ഔദ്യോഗികമായി ക്ഷണിക്കുകയും പ്രധാനമന്ത്രിയായി നിയമിക്കുകയും ചെയ്തു. 14 വർഷമായി ബ്രിട്ടനിൽ അധികാരത്തിലിരുന്ന കൺസർവേറ്റീവ് പാർട്ടിക്കെതിരെ 61-കാരനായ കെയർ സ്റ്റാർമർ നേതൃത്വം നൽകുന്ന ലേബർ പാർട്ടി വൻ വിജയമാണ് നേടിയത്. UK പൊതുതെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ വിജയം നേടി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാർമറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ മേഖലകളിലും ഇന്ത്യ UK ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും പരസ്പര വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനും ക്രിയാത്മകമായ സഹകരണം പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഇന്ത്യൻ വംശജ ബ്രിട്ടീഷ് MP ലീസ നാൻഡിയെ സാംസ്കാരിക മാധ്യമ കായിക സെക്രട്ടറി ഓഫ് സ്റ്റേറ്റായി പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ നിയമിച്ചു. വടക്കു പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ വിഗാനിൽ നിന്നാണ് ലീസ വിജയിച്ചത്. യൂറോ കപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ അട്ടിമറിച്ച് ഫ്രാൻസ് സെമിയിൽ. ഷൂട്ടൌട്ടിൽ 5-3 ഫ്രാൻസിന്റെ ജയം. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകൾക്കും ഗോൾ നേടാൻ കഴിഞ്ഞിരുന്നില്ല. പോർച്ചുഗീസ് താരം ക്രിസ്റ്റിയാനോ റൊണാൾഡോയുടെ അവസാന യൂറോ കപ്പ് മത്സരമായിരുന്നു ഇത്. നേരത്തെ ആതിഥേയരായ ജർമ്മനിയെ പുറത്താക്കി സ്പെയിൻ സെമിഫൈനലിൽ കടന്നിരുന്നു. ഇന്ന് രാത്രി നടക്കുന്ന ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ട് സ്വിറ്റ്സർലാൻഡിനെ നേരിടും. ബുധനാഴ്ച നടക്കുന്ന സെമി മത്സരത്തിൽ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടും. 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ 12 റൺസിന് പരാജയപ്പെടുത്തി ദക്ഷിണാഫ്രിക്ക. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 190 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യയ്ക്ക് നിശ്ചിത ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 177 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് രാത്രി വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തരാഖണ്ഡിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങളിലും ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജമ്മുകശ്മീർ, ലഡാക്ക്, മുസാഫറാബാദ്, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് തുടങ്ങിയ ഇടങ്ങളിലും അടുത്ത 4 ദിവസം അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകി. ബീഹാറിലെ വിവിധ ജില്ലകളിലായി 9 പാലങ്ങൾ തകർന്നതിന്റെ പശ്ചാത്തലത്തിൽ ജലവിഭവ വകുപ്പിൽ നിന്ന് ഉൾപ്പെടെ 15 എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്തു. എഞ്ചിനീയർമാരുടെ നിരീക്ഷണത്തിന്റെയും മുൻകരുതൽ നടപടികളുടെയും അഭാവമാണ് പാലം തകരാൻ കാരണമെന്ന് ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ചൈതന്യ പ്രസാദ് പറഞ്ഞു. പാലങ്ങളുടെ സ്ഥിരത ഉറപ്പുവരുത്തിയിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉത്തർപ്രദേശിലെ ഹത്രാസിൽ മതചടങ്ങിനിടെ തിക്കിലും തിരക്കിലുംപ്പെട്ട് 121 പേർ മരിച്ച സംഭവത്തിൽ മുഖ്യപ്രതി ദേവ് പ്രകാശ് മധുകർ പോലീസ് കസ്റ്റഡിയിൽ. ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പോലീസ് 1 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ 4 ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിൽ. തിരുവനന്തപുരം വലിയമല IISTയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി.
ബ്രിട്ടന്റെ 58ാമത് പ്രധാനമന്ത്രിയായി കെയർ സ്റ്റാർമർ ചുമതലയേറ്റു. ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യൂറോ കപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ അട്ടിമറിച്ച് ഫ്രാൻസ് സെമിയിൽ. 2020 ക്രിക്കറ്റ് പരമ്പരയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യൻ വനിതകൾക്ക് പരാജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.